വെൽക്കം ടു മൂവി സ്റ്റാൻഡേർഡ്സ് FDR ഫസ്റ്റ് ഡേ റിപ്പോർട്ട്. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കോച്ചടയാൻ എന്ന സിനിമയെക്കുറിച്ചിട്ടാണ്. നമുക്ക് പ്രേക്ഷകരോട് തന്നെ ചോദിക്കാം അതിൻ്റെ റിവ്യൂ എന്താണെന്ന്. അടിപൊളി സിനിമ. രജനീകാന്ത് ഇതേപോലൊരു സിനിമ ഇത് യഥാർത്ഥമായിട്ട് അഭിനയിച്ചെങ്കിൽ നല്ലായിരുന്നെങ്കിൽ, കാർട്ടൂണായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാണാനേ പറ്റത്തുള്ളൂ. ഇത് കാർട്ടൂൺ അല്ലാതെ നല്ല രീതിയിൽ എടുത്തെങ്കിൽ ഈ പടം ഇതിൽ നിന്നും ഒരുപാട് വിജയിച്ചെങ്കിൽ സിനിമ കുഴപ്പമില്ല, കൊച്ചു പിള്ളേർ കാണാനുള്ള സിനിമ. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ ടെക്നോളജി സിനിമ ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ഇവിടെ പടം കഴിഞ്ഞ് എല്ലാവരും വെളി വരെയാണ്. ഇതിൻ്റെ ബഹളം തന്നെ ഇതിനൊരു തെളിവാണ് പടത്തിൻ്റെ വിജയത്തിന്. നല്ല പടം, നല്ല റിപ്പോർട്ട്. ഒരുപാട് കാലത്തിന് ശേഷം രജനീകാന്തിൻ്റെ ഇപ്പോൾ മോളെടുത്ത പടത്തിൽ വെച്ച് ഏറ്റവും നല്ല പടം. എല്ലാവർക്കും നല്ല രക്ഷപ്പെടും. കുഴപ്പമില്ല. മൊത്തത്തിൽ രജനി തന്നെ കിട്ടില്ല പടം. സൂപ്പർ വേണ്ടായിരുന്നു. വേൾഡിൽ രജനീകാന്ത് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ജാതി മതം ഒന്നുമില്ല. ഇതിന് കൂടെ എന്താ വേണ്ടേ? സിനിമ കുഴപ്പമില്ല, സൂപ്പർ സിനിമ, നല്ല സിനിമ, സൂപ്പർ ഹിറ്റ്. നമ്മളെ സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്ത പടം ഹിറ്റായിരുന്നു. സൂപ്പർ ഹിറ്റ്. പൊതുവായിട്ട് പടത്തിന് നല്ല തിരക്കാണ്. കോച്ചടയാൻ എന്ന രജനീകാന്തിൻ്റെ പടത്തിന് എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചെടുത്ത് ആരും മോശമായിട്ടുള്ള ഒരു അഭിപ്രായം ആരും പറഞ്ഞില്ല. കേട്ടില്ലേ, കണ്ടവരെല്ലാം ഉത്സവലഹരിയിലാണ്. ഫോട്ടോ റിയലിസ്റ്റിക് മോഷൻ ക്യാപ്ചർ എന്ന ടെക്നോളജി ഇതിനു മുമ്പ് മാട്രാൻ എന്ന ചിത്രത്തിന് വേണ്ടി കുറച്ച് പോർഷൻസ് ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു മുഴുനീള ഇന്ത്യൻ ചിത്രം മുഴുവനായും ഫോട്ടോ റിയലിസ്റ്റിക് മോഷൻ ടെക്നോളജി ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നത്. സൗന്ദര്യ രജനീകാന്ത് അശ്വിൻ സംവിധാനം, KS രവികുമാർ തിരക്കഥ, ശ്രീ AR റഹ്മാൻ സംഗീതം, വൈരമുത്തു വാലി എന്നിവരുടെ സംഗീത രചന, ആൻ്റണിയുടെ എഡിറ്റിംഗ്, രാജീവ് മേനോൻ്റെ ക്യാമറ, റസൂൽ പൂക്കുട്ടിയുടെ ഓഡിയോഗ്രഫി, ഇതെല്ലാം ഒത്തുചേർന്നപ്പോൾ നമുക്ക് കിട്ടിയത്, ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടിയത് ഒരു വിഷ്വൽ ഗിമിക്സ് നിറഞ്ഞ ഒരു സിനിമയാണ് കോച്ചടയാൻ. ടെക്നോളജിയുടെ അതിപ്രസരം പലപ്പോഴും നമ്മുടെ ആസ്വാദന തലത്തെ മോശമായി ബാധിക്കാറുണ്ട്. നിർഭാഗ്യവശാൽ ഈ ചിത്രത്തിലും അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചു എന്ന് പറയേണ്ടി വരുന്നു. കോച്ചടയാൻ ഒരു മികച്ച വിഷ്വൽ ട്രീറ്റായി നിലനിൽക്കുമ്പോഴും അതിൻ്റെ ന്യൂനതകൾ അതിനൊരു പോരായ്മ തന്നെയാണ്. മുഖഭാവങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ കഴിയാതെ പോവുക എന്ന് പറയുമ്പോൾ ഒരു സിനിമയെ സംബന്ധിച്ചോളം അതൊരു പരാജയമാണ്. അഭിനേതാക്കളിലൂടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എക്സ്പ്രഷൻ ഇല്ലാതായിരിക്കുന്നു. ഒരുപക്ഷെ രജനീകാന്ത് നേരിട്ട് അഭിനയിക്കുന്ന ഈ പറഞ്ഞ ഫോട്ടോ റിയലിസ്റ്റിക് മോഷൻ ക്യാപ്ചർ ടെക്നോളജി ഇല്ലാതെ മനുഷ്യർ തന്നെ ശരിക്കും അഭിനയിച്ച് ഷൂട്ട് ചെയ്ത ഒരു സാധാരണ ചിത്രമായിട്ട് മുന്നിൽ വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിൻ്റെ 10 ഇരട്ടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പലരുടെ അഭിപ്രായം. എന്തൊക്കെയാണെങ്കിലും സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ്ങിലൂടെ ആ ശബ്ദത്തിലൂടെ കിട്ടിയ ഒരു ത്രസിപ്പിക്കുന്ന അനുഭവം അത് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദി മൂവി ഓൺ യുവർ തിയേറ്റേഴ്സ്. ആൻഡ് ദിസ് ഈസ് എസ് ഫിറോസ് സൈനിങ് ഓഫ് ഫ്രം മൂവി സ്റ്റാൻഡേർഡ്സ് FDR. ഗുഡ് ബൈ.